ഉടുമ്പൻചോല മണ്ഡലം നിലനിർത്താൻ ആശാൻ എം മണി വീണ്ടും ഇറങ്ങുമോ? അതേസമയം മിഷൻ നിയമസഭ ലക്ഷ്യമിട്ട മുഖ്യമന്ത്രി 110 സീറ്റ് നേടണമെന്ന് മന്ത്രിമാർക്ക് കർശന നിർദ്ദേശം നൽകി. നമസ്കാരം, കേരള ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. അനുവദിച്ച 685 കോടി രൂപ സ്വീകരിക്കാത്തതിൽ നബാർഡ് സർക്കാരിന് കത്തയച്ചു. പണം വേണ്ടേയെന്നാണ് ചോദ്യം. വീണയുടെയും ജനീഷിന്റെയും സ്ഥാനാർത്ഥിത്വം ചർച്ച ചെയ്തതുമായി ബന്ധപ്പെട്ട് രാജു എബ്രഹാമിനോട് പാർട്ടി വിശദീകരണം തേടി. അത്രയുമല്ല, മാറാടിനെ ആയുധമാക്കരുത് എന്നാവശ്യപ്പെട്ട് 1 കോടി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ജമാഅത്തെ ഇസ്ലാമി AK ബാലന് നോട്ടീസ് നൽകി. ആശങ്കയിലാണ് ഇന്ത്യ റിസർവ് ബറ്റാലിയൻ ഉദ്യോഗാർത്ഥികൾ. ലിസ്റ്റിന്റെ കാലാവധി തീരാൻ 4 മാസം മാത്രം. പൂയാപ്പള്ളിയിൽ പൈപ്പ് ലൈൻ മാത്രമായി വെള്ളത്തിനായി നാട്ടുകാർ നെട്ടോട്ടമോടുന്നു. പുനർജനി പദ്ധതിക്കായി വിദേശത്ത് നിന്ന് 1.27 കോടി രൂപ പിരിച്ചെടുത്തതായി വിജിലൻസ് കണ്ടെത്തി. പണം എണ്ണാൻ ആളില്ലാത്തതിനാൽ ദേവസ്വം ഭണ്ഡാരത്തിൽ മല പോലെ നാണയങ്ങൾ കുമിഞ്ഞുകൂടിയിരിക്കുന്നു. കണ്ണൂർ ഇരിത്തിയിൽ നിർമ്മാണം പൂർത്തിയാക്കും മുൻപേ ആറളം ആനമതിൽ ഇടിയുന്നു. ഔദ്യോഗിക വാഹനം ഒഴിവാക്കി സിറോ മലബാർ സഭ ആസ്ഥാനത്ത് VD സതീശൻ രഹസ്യ സന്ദർശനം നടത്തി. ബാണാസുരസാഗർ കനാൽ നിർമ്മാണം നീളുന്നതിൽ കർഷക പ്രതിഷേധം ശക്തമായി. റേഷൻ അരിയിൽ പുഴുവുണ്ടെന്ന പരാതിയിൽ കടയുടെ ലൈസൻസ് റദ്ദാക്കി. പുൽപ്പള്ളിയിൽ രാജിവെച്ചെങ്കിലും കോൺഗ്രസ് BJP സഖ്യം തുടരുന്നു. ഈ ന്യൂസുകളിൽ നിങ്ങൾക്കെന്തു തോന്നി? കമന്റ് ചെയ്യൂ. ശുഭദിനം.